കാരക്കാമുറി ഷൺമുഖൻ ബ്ലാക്ക് ഈ സിനിമ ഇറങ്ങിയ സമയം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതൊരു റമദാൻ സമയത്താണ് ഇത് റിലീസ് ചെയ്തത്. ഇതിന്റെ ഓപ്പോസിറ്റും മോഹൻലാലിന്റെ മാമ്പഴക്കാലമായിരുന്നു. ലാൽ ക്രിയേഷൻസ് ആയത് പ്രൊഡ്യൂസ് ചെയ്തത്. ഒരു രക്ഷയില്ലാത്ത ഇനീഷ്യൽ കളക്ഷനാണ് സിനിമ നേടിയത്. അപാര വിജയമൊന്നും നേടിയില്ലെങ്കിലും 10 ദിവസം കൊണ്ട് തന്നെ മുതൽ മുടക്കിന്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ നേടിയ ചിത്രമാണ് ബ്ലാക്ക്. അതിന്റെ പത്രപരസ്യം തന്നെ ഭയങ്കര വിവാദമായിരുന്നു. എല്ലാ ഫാൻസുകാരെയും വെല്ലുവിളിച്ച് നിർത്തിയേക്കുന്ന ഒരു പത്രപരസ്യമൊക്കെ ആയിരുന്നു ബ്ലാക്കിന്റെ. അന്ന് പത്രം പരസ്യം ഓർമ്മയുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. കാരക്കാമുറി ഷൺമുഖൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഗംഭീര ക്യാരക്ടറാണ്. മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലിഷുമാണ്. എന്നാൽ ഡയലോഗുകളൊക്കെ നല്ല കിണ്ണം കാച്ചി ഡയലോഗുകൾ. മമ്മൂട്ടിക്ക് വേണ്ടി മാത്രം വാർത്തെടുത്ത കഥാപാത്രമാണ് ബ്ലാക്കിലെ കാരക്കാമുറി ഷൺമുഖൻ. വീണ്ടും എത്തുകയാണ്. രഞ്ജിത്തിന്റെ പുതുമുഖ സംവിധായകരോടൊപ്പം പുതുമുഖ നടന്മാരോടൊപ്പം ചെയ്യുന്നതിനകത്ത് കാരക്കാമുറി ഷൺമുഖൻ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം അഭിനയിക്കുന്നുണ്ട്. മമ്മൂട്ടി 3 ദിവസം മുതൽ 5 ദിവസം വരെ ഡേറ്റ് 3 ദിവസം മുതൽ 5 ദിവസം വരെ മമ്മൂട്ടി പ്രധാനപ്പെട്ട സീനുകളൊക്കെ ചെയ്തേക്കും. 3 ദിവസം മുതൽ 5 ദിവസം വരെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. പ്രകാശ് വർമ്മ, തുടരിലെ വില്ലൻ പ്രകാശ് വർമ്മ ഇതിനകത്ത് നല്ലൊരു റോൾ ചെയ്യുന്നുണ്ട്. എന്തായാലും കാരക്കാമുറി ഷൺമുഖൻ വീണ്ടും എത്തുമ്പം, അത് രഞ്ജിത്ത് വീണ്ടും എഴുതുമ്പം അതിനൊരു ഗൂസ്ബംസ് എപ്പോഴും ഉണ്ട്. എന്തായാലും മമ്മൂട്ടി അടുത്തത് അഭിനയിക്കുന്നത് കാരക്കാമുറി ഷൺമുഖനായിട്ടാണ്. അത് കഴിഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്യും.